സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം LP UP സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സുകളാണ് നോക്കിയത്. അതിൽ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഇനി അതുകൂടാതെ കുറച്ച് പോയിൻ്റുകളൂടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSCയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഇതാണ് 1913. 1913 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു? ഓം സാഹോദര്യം സർവത്ര. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. സംഘടിച്ച് ശക്തരാകുകയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. SNDP സ്ഥാപിച്ചത് 1903 മെയ് 15. SNDP എന്നാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. 1887 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷം 1898. ആരുടെ പ്രേരണയിലാണ് ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണയിലാണ് ഗുരു SNDP സ്ഥാപിച്ചത്. ഇതിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് ഇതിന് കാരണമായി തീർന്നത്. SNDPയുടെ മുൻഗാമി വാവുട്ടി യോഗമാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപു. അപ്പോൾ മുൻഗാമി ഏതാണ്? വാവുട്ടി യോഗം. പിന്നെ ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ഡോക്ടർ പൽപു ആണ് ആദ്യ ഉപാധ്യക്ഷനായിട്ട് ഉള്ളത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കൂടുതൽ പോയിന്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.